മുതലേ ഉള്ള ഒരു നയമാണ്. ഏത് പാർട്ടിയാണെങ്കിലും ഈ രാജ്യത്തുള്ള രാഷ്ട്രീയ പാർട്ടികളോട്, പ്രത്യേകിച്ച് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടികളോട് മമതയോടുകൂടിയും അവരോട് എതിരാകാതെയും അവരോട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് സമസ്ത കേരള ജംഇയ്യത്ത് ഉലമയുടെ പരമ്പരാഗതമായ പാരമ്പര്യമുള്ള സമസ്തയുടെ നയമാണ്, തീരുമാനമാണ്. അതങ്ങനെ തന്നെയാണ് മഹത്തുക്കളായ പണ്ഡിതന്മാരൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പുതിയ കാലത്ത് പലരും പല ആക്ഷേപങ്ങളും സമസ്തയുടെ പ്രസിഡന്റ് ഈ കാലഘട്ടത്തിലെ സർക്കാരുകളുമായി ഇടപഴകുമ്പോൾ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് സമസ്ത കേരള ജംഇയ്യത്ത് ഉലമയുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് ആക്ഷേപം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് സമസ്തയുടെ തീരുമാനങ്ങൾക്കോ നയങ്ങൾക്കോ പാരമ്പര്യത്തിന് വിരുദ്ധമല്ല. ഇവിടെ ഉണ്ടായിരുന്ന സർക്കാരുകളോട് സഹകരിച്ചു പോവുക എന്ന മഹത്തായ ദൗത്യമായിരുന്നു സമസ്തയുടെ പ്രഥമകാലം മുതലേ സമസ്ത കേരള ജംഇയ്യത്ത് ഉലമയുടെ നേതാക്കന്മാർ അനുഷ്ഠിച്ചു പോകുന്നത്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ആ കാലഘട്ടത്തിൽ രാജ്യം ഭരിച്ചിരുന്ന, കേരളം ഭരിച്ചിരുന്ന, മലബാർ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരോട് വളരെ സൗമ്യതയോടുകൂടെ, ഭവ്യതയോടുകൂടെ ആയിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇടപെട്ടിരുന്നത് എന്ന ചരിത്രത്തിൽ കാണാൻ കഴിയും. വില്യം ലോഗന് മലബാർ മാനുവൽ എഴുതാനുള്ള മുഴുവൻ സഹായവും തുഹ്ഫത്തുൽ മുജാഹിദീൻ പരിഭാഷപ്പെടുത്തി കൊടുത്തു വില്യം ലോഗന് കേരളീയ മുസ്ലിങ്ങളുടെ ചരിത്രം പഠിപ്പിച്ചു കൊടുത്തത് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു എന്നത് ചരിത്ര വസ്തുതയാണ്. അതൊരാൾക്കും മയക്കാൻ കഴിയില്ല, അതൊരാൾക്കും മറക്കാൻ കഴിയില്ല. ആ കാലഘട്ടത്തിലുള്ള ബ്രിട്ടീഷ് സർക്കാരുമായി, അറക്കൽ രാജാവുമായി, ഹൈദരാബാദ് നൈസാമുമായി നിരന്തരം ബന്ധപ്പെടുകയും മുസ്ലിമീങ്ങളുടെ കാര്യങ്ങളിൽ വളരെ കൃത്യമായി ഇടപെട്ട് അവകാശങ്ങൾ നേരിട്ട് പോയി ഭരണാധികാരികളുടെ സമീപത്ത് നിന്ന് വാങ്ങിക്കൊണ്ടുവരാനുള്ള ഒരു ധൈര്യം, ഒരു സ്ഥൈര്യം, ഒരു നേതൃത്വം മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്കുണ്ടായിരുന്നു എന്നത് ചരിത്രം വളരെ കൃത്യമായി മനസ്സിലാക്കി തരുന്നതാണ്. ഇതേ ഒരു സംഭവമാണ് മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ നേതൃത്വത്തിൽ വന്നപ്പോ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇടനിലക്കാരില്ലാതെ, മറ്റുള്ള ആളുകളുടെ ഇടപെടലുകളില്ലാതെ നേരിട്ട് ഭരണാധികാരികളോട് ചെന്ന് തങ്ങളുടെ മുസ്ലിം സമൂഹത്തിന്റെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നേരിട്ട് ചെന്ന് അവയിൽ നിന്ന് അനുമതി വാങ്ങി കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നു എന്നത് വരക്കൽ മുല്ലക്കോയ തങ്ങളോട് ഉള്ള ഒരു സാമ്യതയായി നമുക്ക് കണക്കാക്കാൻ കഴിയും. ഭരണകൂടവുമായുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഒട്ടനവധി നേട്ടങ്ങൾ മുസ്ലിം സമൂഹത്തിന് ചെയ്തു. 1898 മദ്രാസ് ഗവർണറായിരുന്ന ഹാവ്ലോക്കിന് വിവിധ വിഷയങ്ങളിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തങ്ങൾ ഒരു മെമ്മോറണ്ടം അയച്ചിരുന്നു. അതുമാത്രമല്ല, തങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കാൻ, സമൂഹത്തിന്റെ അവകാശങ്ങൾ, അത് വ്യക്തിപരമായ അവകാശങ്ങളാവട്ടെ, അത് ചോദിച്ചു വാങ്ങാൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നേരിട്ട് ഭരണാധികാരികളുമായി ഇടപെട്ടിരുന്നു. അതുപോലെ തന്നെ 1921 മലബാർ സമരം കേരളത്തിന്റെ മലബാർ പരിസരങ്ങളിലൊക്കെ വ്യാപകമായ സമയത്ത് നാട്ടിലെങ്ങും കർഫ്യൂ പ്രഖ്യാപിച്ച സന്ദർഭമുണ്ടായി. ആ സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കുടുംബത്തിൽ ഒരു വിവാഹം വരുന്നത്. ഒരു വിവാഹം കടന്നു വരികയാണ്. അധികം ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ നേരെ തന്റെ സഹോദരി ഭർത്താവിനെയും കൂട്ടി കളക്ടറേറ്റിൽ പോവുകയാണ്. കളക്ടറെ കാണുകയാണ്. എന്റെ കുടുംബത്തിൽ വിവാഹം നടക്കുന്നുണ്ട്, അതുകൊണ്ട് ആളുകൾ ഒരുമിച്ച് കൂടാനുള്ള സാഹചര്യം ഒരുക്കി തരണം. വരക്കൽ മുല്ലക്കോയ തങ്ങൾ കളക്ടറോട് നേരെ ചെന്ന് കാര്യം പറഞ്ഞു. കളക്ടർ അനുമതി കൊടുത്തു. ഇങ്ങനെ നേരിട്ട് ചെന്ന് സമൂഹത്തിന്റെ, സമുദായത്തിന്റെ വ്യക്തിപരമായ എല്ലാ അവകാശങ്ങളും നേടാൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന സമസ്തയുടെ പ്രഥമ പ്രസിഡന്റ് മുന്നിലുണ്ടായിരുന്നു. ഇതേ ഒരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ നടക്കുന്നത്, ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങൾ, മുസ്ലിം സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നേരിട്ട് കൊണ്ട് ഭരണാധികാരികളിൽ നിന്ന് വാങ്ങുന്നു. ഇത് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പാരമ്പര്യമാണ്, ഇത് സമസ്തയുടെ പാരമ്പര്യമാണ്. രാഷ്ട്രീയക്കാർ ജിഫ്രി തങ്ങളെ കാണാൻ വീട്ടിൽ വരുന്നു, രാഷ്ട്രീയക്കാർ ജിഫ്രി തങ്ങളോട് അഭിപ്രായങ്ങൾ തേടുന്നു. ഇത് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്നതാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാലഘട്ടത്തിൽ
ആ കാലഘട്ടത്തിലുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ അഭിപ്രായങ്ങൾ ചോദിച്ചത്, അഭിപ്രായങ്ങൾ ആരാഞ്ഞത്, കാര്യങ്ങൾ തേടിയത്, ഉപദേശങ്ങൾ തേടിയത് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളോടായിരുന്നു. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് പറയുന്നവരാണ് യഥാർത്ഥ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചരിച്ചിട്ടുള്ളത് എന്ന വസ്തുതയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സമസ്തയുടെ നയം എന്ന് പറയുന്നത് ഏത് ഭരണകൂടമാണോ ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത ഏത് ഭരണകൂടം ഏതു കാലത്തും രാജ്യം ഭരിച്ചാൽ നാട് ഭരിച്ചാൽ അവരോട് സഹകരിച്ചു ജീവിക്കുക, അവരോട് സഹകരണത്തോടുകൂടെ പോവുക എന്ന നയമായിരുന്നു സമസ്തക്ക് സംഘടനാപരമായി ഉണ്ടായിരുന്നത് എന്ന് വസ്തുതയാണ്. അതാണ് ചരിത്രം. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്.